പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശിവരാത്രിയായിട്ട് ഞങ്ങൾ കാലത്ത് നേരത്തെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. അമ്പലത്തിലേക്ക് വന്നത് 12 മണി കഴിഞ്ഞ കൊല്ലം ശിവരാത്രിക്ക് ഞങ്ങൾ നേരത്തെ തന്നെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്യൂ ആയിരുന്നു, നല്ല നീണ്ട ക്യൂ ആയിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ക്യൂ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം ക്യൂ അമ്പലത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. കാലത്ത് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ റോഡിലൂടെ ഒന്നും നടക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് തിരക്കായിരിക്കും. വാഹനങ്ങളുടെ തിരക്കും ആളുകളുടെ ബഹളവും തിരക്കും ഒക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ബാരിക്കേഡൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് തിരക്ക് നിയന്ത്രിക്കാനായിട്ട്. റോഡിൻ്റെ സൈഡിൽ ഇതുപോലെ ഫ്രൂട്ട് സാലഡും ഫ്രൂട്ട്സും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ലൈനിൽ കയറിയിട്ടുണ്ട്. ഏകദേശം ലൈന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതപ്പോൾ അമ്പലത്തിൻ്റെ എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. ഇപ്പം അമ്പലം റെനോവേഷനൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. പുതിയ ഗ്രാനൈറ്റൊക്കെ ഇട്ടു. പണി ഇപ്പോഴും തീർന്നിട്ടില്ല. ഫുള്ള് പണി തീർന്നു കഴിഞ്ഞാൽ ക്ഷേത്രം കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ശിവരാത്രി കാരണം പണി നിർത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 2 ക്യൂ ആണ് കേട്ടോ ഉള്ളത്. ഒന്ന് അഭിഷേകത്തിൻ്റെ ക്യൂവും പിന്നെ ഫ്രീ ദർശനത്തിനുള്ള ക്യൂ ആണ് ഉള്ളത്. അഭിഷേകത്തിൻ്റെ ക്യൂ നേരെ ഭഗവാന്റെ മുമ്പിൽ പോയി എല്ലാവർക്കും അഭിഷേകം ചെയ്യാം. ഞങ്ങൾ ഫ്രീ ദർശനത്തിൻ്റെ ക്യൂവിലാണുള്ളത്. ഈ വെള്ള കളറിൽ കാണുന്നത് ഭസ്മം കൊണ്ട് ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഭസ്മം തൊടാം. ആളുകൾ ഇവിടുന്ന് ഭസ്മക്കുറി ഇടുന്നത് കാണാം. ഇവിടുന്ന് നമുക്ക് ഗണപതി ഭഗവാനെ കാണാം. ഇവിടുന്ന് നേരെ കാണുന്നത് ദേവീനെയാണ്. ഇതിനകത്ത് തന്നെ സായിബാബയുണ്ട്. അവിടെ ഉണ്ട് വലിയ ക്യൂ. ഇപ്പം ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ അവിടുത്തെ കമ്മിറ്റി മെമ്പർ ചേട്ടനെ അറിയുന്ന ആളായത് കാരണം അങ്ങേര് ഞങ്ങളെ അഭിഷേകത്തിന് കടത്തി വിട്ടു കേട്ടോ. ചീട്ടൊന്നും ആക്കാതെ തന്നെ ഞങ്ങൾ സൈഡിൽ കൂടെ കടത്തി വിട്ടു. ഇത് ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു 3-4 പശുക്കൾ ഉണ്ടായിരുന്നു. അതുപോലെ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇതുപോലെ പശുക്കളെ അലങ്കരിച്ചിട്ട് അവർ വീട് വീടായിട്ട് വരാറുണ്ട് കേട്ടോ. അമ്പല ദർശനം എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അഭിഷേകം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ 3 പേരും അകത്ത് ചെന്ന് നേരിട്ട് ശിവഭഗവാന് അഭിഷേകം ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.